നാടകോത്സവവും പൂരക്കളി അരങ്ങേറ്റവും 8 മുതൽ 11 വരെ. ഇപ്പോൾ എല്ലാവർക്കും അറിയാം, ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി പയ്യന്നൂർ കാർഷിക വികസന ബാങ്കിൽ നിന്ന്. പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്. ചെറുവത്തൂർ കണ്ണങ്കൈ നാടകവേദിയും വനിതാ കൂട്ടായ്മയും ചേർന്ന് സംഘടിപ്പിക്കുന്ന 10ാമത് നാടകോത്സവവും വനിതാ കൂട്ടായ്മയുടെ പൂരക്കളി അരങ്ങേറ്റവും 8 മുതൽ 11 വരെ വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 8 വൈകുന്നേരം 5 ഫോക്ലോർ അക്കാദമി വൈസ് ചെയർമാൻ KV കുഞ്ഞിരാമൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാജ്മോഹൻ നീലേശ്വരം മുഖ്യാതിഥിയാകും. DYSP CK സുനിൽകുമാർ ഉപഹാര സമർപ്പണം നടത്തും. തുടർന്ന് ഇരട്ട രാമായണ കാഴ്ചകളുടെ വിസ്മയ കാഴ്ചയായി വനിതാ കൂട്ടായ്മയുടെ പൂരക്കളി അരങ്ങേറ്റം നടക്കും. പ്രദീപൻ തുരുത്തി പരിശീലനം നൽകിയ വനിതാ പൂരക്കളി അരമണിക്കൂർ ദൈർഘ്യമുള്ളതാണ്. രാത്രി 7:30 മണിക്ക് വള്ളുവനാട് നാദം കമ്മ്യൂണിക്കേഷൻസിന്റെ നാടകം കാഴ്ച ബംഗ്ലാവ് അരങ്ങേറും. 9 വൈകുന്നേരം വയലാർ ഗാനാലാപനം. രാത്രി 7:30 നവജാത ശിശു വയസ്സ് 84 നാടകം. 10 ശനിയാഴ്ച വൈകുന്നേരം നാടക ഗാനാലാപനവും തുടർന്ന് മഗധ നാടകവും അരങ്ങേറും. 11 ഞായറാഴ്ച നടക്കുന്ന സമാപന സമ്മേളനം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്യും. രാത്രി നാടകവേദിയും വനിതാ കൂട്ടായ്മയും ചേർന്നൊരുക്കുന്ന ആനന്ദ നടനം നൃത്തവിസ്മയം അരങ്ങിലെത്തിക്കും. നാടകവേദി പ്രസിഡന്റ് കണ്ണങ്കൈ കുഞ്ഞിരാമൻ, സെക്രട്ടറി M രാഗേഷ്, വനിതാ കൂട്ടായ്മ പ്രസിഡന്റ് സീമ കൃഷ്ണൻ, സെക്രട്ടറി രമ്യ പ്രിയേഷ്, ട്രഷറർ ശോഭ കൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അല്ല, ശരിക്കും ആരാ കണക്കാ തെറ്റിയത്? എന്റെ കണക്കൂട്ടലും തെറ്റിയെന്നാ ഞാൻ പറഞ്ഞു. അത് പറ. ഇപ്രാവശ്യം വീട് പണി പൂർത്തിയാക്കണം എന്ന് വിചാരിച്ചിന്, പക്ഷെ ഒന്നും ശരിയായില്ല. ലോൺ എടുക്കാൻ വെച്ചാൽ വിശ്വസിച്ച് ഏത് ബാങ്കാന്ന് അത്രേ ഇല്ലൂ. അതിനല്ലേ പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്. ആരെങ്കിലും കാർഷിക വായ്പ മാത്രല്ലേ? ആര് പറഞ്ഞു? ഭവന വായ്പ, സ്വർണ്ണപ്പണയ വായ്പ, ഉദ്യോഗസ്ഥ ജാമ്യ വായ്പ, കാർഷികേതര വായ്പ തുടങ്ങി എല്ലാ വായ്പകളും ഒരു എക്സ്ട്രാ ചാർജുമില്ലാതെ ഏറ്റവും വേഗത്തിൽ സുതാര്യമായി. അത് മാത്ര കൃത്യമായി തിരിച്ചടക്കുന്നവർക്ക് ഇളവ് നൽകുന്ന ഒരേ ഒരു സ്ഥാപനം. ശരിക്കും? പിന്നെ അല്ല, ഇപ്പം കണക്ക് ശരിയായ ഏത് കുറുമ്പടിയിലെ പയ്യന്നൂർ കാർഷിക വികസന ബാങ്ക്, ജനഹിതമറിയുന്ന ബാങ്ക്.